നമസ്കാരം. തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവം ആറ്റിങ്ങൽ പുരോഗമിക്കുകയാണ്. പ്രധാനമായും 3 സ്കൂളുകളായിട്ടാണ് മത്സരം നടക്കുന്നത്. 1 ആറ്റിങ്ങൽ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളാണ്, 2 ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂളാണ്, 3 ഡയറ്റ് സ്കൂളാണ്. ഇങ്ങനെ 3 ഇടങ്ങൾ ഡയറ്റ് സ്കൂളിൽ, പിന്നെ ഒന്നും കൂടെ ഉണ്ട്, മിഷൻ ഹൈസ്കൂളിലുണ്ട്. അങ്ങനെ 3 ഇടങ്ങളിലായിട്ട് CSI അവിടെ 3 ഇടങ്ങളിലായിട്ട് കലോത്സവങ്ങൾ പുരോഗമിക്കുകയാണ്. ആറ്റിങ്ങൽ നഗരമാകെ ഈ ഒരു കലോത്സവത്തിൻ്റെ തിമിർപ്പിലാണ്. എങ്ങ് നോക്കിയാലും വിദ്യാർത്ഥികളും അധ്യാപകരും. നിങ്ങൾ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളേക്കാൾ കൂടുതൽ ടെൻഷനും വെപ്രാളവും പരിഭ്രമവും ഒക്കെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമാണ്. ഞാനവിടെ കൗൺസിലിംഗ് നടത്തുന്ന ആ ഒരു മാഡമാണ് എന്നോട് പറഞ്ഞത്. കാരണം പലപ്പോഴും കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരുന്നത് രക്ഷകർത്താക്കൾക്കാണ്. കാണാം കാഴ്ചകളിലേക്ക്.
അധർമ്മത്തിന്റെയും അനീതിയുടെയും പ്രതിരൂപമായി ഞാൻ മാറി ദൈവത്താലും വെറുക്കപ്പെട്ടു. ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും അവർ എന്നിൽ അണിയിക്കുവാൻ എനിക്കെതിരെ പോരാടുകയും ഒടുവിൽ പരാജയപ്പെട്ട എന്നെ തടവിലാക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് എന്നിൽ നിന്ന് മായാൻ കഴിഞ്ഞില്ല. തിന്മ എപ്പോഴും തിന്മ തന്നെയാണ്. എനിക്കെതിരെ അവർ നടത്തിയ ഓരോ യുദ്ധങ്ങളും മനസ്സിന്റെ പുറമ്പോക്കി ഉണങ്ങാത്ത മുറിപ്പാടുകളായി മാറി. അവ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിഗോളങ്ങളെ പോലെ കത്തി എങ്ങനെയെങ്കിലും ദൈവങ്ങളെ ഇല്ലാതാക്കുക എന്റെ സാഹചര്യമായി മാറി. ദൈവങ്ങൾ കൊണ്ടൊടുങ്ങിയ എന്റെ സഹോദരന്മാരെ ശാന്തി ലഭിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അവർ എനിക്ക് മനുഷ്യനൊന്നും അതിനെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടു. അവർ അവരുടെ കീർത്തിക്കായി ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോയ ആ ജീവി അവിടെ നിന്നും മോചനായ ഞാൻ എന്റെ ഈ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഇവനിനി എനിക്ക് സ്വന്തമാണ്. നന്മയിൽ പിറവിയെടുക്കേണ്ടിയിരുന്ന എന്റെ നന്മകൾ മരിക്കട്ടെ. ലോകം പിറക്കട്ടെ. അവസാനം ആ മുഹൂർത്തവും എത്തിച്ചേർന്നിരിക്കുന്നു. ഇവന്റെ ഈ സുന്ദരമുഖം ഇവന്റെ പ്രവർത്തികൾ കൊണ്ട് തന്നെ രൂപമായിക്കൊള്ളും. ആയുധമാക്കി മാറ്റാം. ദൈവത്തിനുടമയായ നീ നമുക്കിപ്പോൾ അടിമയാണ്. നീ ഭൂമിയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രവർത്തനമല്ലേ? ഇവൻ ജനിച്ചതിന് ശേഷം നമ്മളൊക്കെയല്ലേ ആദ്യമായി കാണുന്നത്. അതുകൊണ്ടാണ് ഇവന് പേടിയാവുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോ ഇവൻ നമ്മളൊരാളായി മാറില്ലേ? അതിലെനിക്ക് അല്പം സംശയമുണ്ട്. ഇവൻ ദൈവപുത്രനായ മനുഷ്യനല്ലേ? ദൈവപുത്രനായ ഇവൻ നമ്മുടെ താമസത്തിലൂടെ ഒരു പിശാചായി മാറിക്കൊള്ളും. ഇവൻ ഭൂമിയിൽ ചെയ്യുന്ന പ്രവർത്തികൾ പൈശാചികമായിരിക്കും. എങ്ങനെ
ഉത്സവ നഗരി അങ്ങനെ ഒരുപാട് തർക്കങ്ങളും പരിഹാരങ്ങളും ഒക്കെ ആയിട്ട് പുരോഗതിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ആറ്റിങ്ങൽ സ്റ്റേഷനിലെ SH ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ കഠിനാധ്വാനം നമുക്ക് കാണാൻ കഴിയും. ഇസ്മാനിസിന് വേണ്ടി ക്യാമറമാൻ അനീഷ്, മംഗലാപുരത്തിനൊപ്പം സീത് മാരാർ സൈനിക.